എന്താണെന്നറിയാമോ? ഇഞ്ചി കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബിരിയാണി ബോട്ടിൽ, എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഒരു ബോട്ടിലൊക്കെ കാണും. ഇതല്ല ഐസ്ക്രീം ബോട്ടിലായാലും ഏതായാലും മതി. അതിന് ശേഷം അത് നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം, ഏത് പാത്രവും ഉണക്കി എടുക്കാവൂ. എടുത്തതിന് ശേഷം അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം ഇഞ്ചി, നമ്മൾ വാങ്ങുന്ന ഇഞ്ചി ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കാം, എന്നാലും വെട്ടിയെടുത്ത് കഴിയുമ്പോൾ കുറേ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇഞ്ചി പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഇഞ്ചി എന്ന് പറയുന്നത്. ഒരു കറിക്ക് ഇഞ്ചി ഇടാതെ വയ്ക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളതൊരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ അടിയിലിട്ടതിന് ശേഷം ഇഞ്ചി ഇങ്ങനെ നല്ലവണ്ണം പറക്കി വയ്ക്കുക. കഴുകിയതിന് ശേഷം, കഴുകി വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല, നല്ലവണ്ണം തുടച്ചെടുത്തതിന് ശേഷം ഇഞ്ചി ഇങ്ങനെ വെച്ചതിന് ശേഷം തിരിച്ച് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് നല്ലവണ്ണം മൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇഞ്ചി കേടാവാതെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ട് ക്യൂബുകളാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. എന്നാലും ഇഞ്ചി ചീത്താവാതിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ എളുപ്പം ഇങ്ങനെയാണ്. ഈ ബോട്ടിനകത്ത് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലവണ്ണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചാലും മതി. പക്ഷേ ന്യൂസ് പേപ്പറിനെക്കാട്ടിയും കുറച്ചുകൂടെ എഫക്റ്റ് ഈ ടിഷ്യൂ പേപ്പറിനാണ്. ഇങ്ങനെ വെച്ചിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് ഫ്രീസറിലൊന്നും വെക്കേണ്ട, സാധാ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെച്ചാൽ മതി. മാസങ്ങളോളം ഇഞ്ചി ചീത്തയാവാതിരിക്കും. ഇതാ ഞാൻ എടുത്ത ഇഞ്ചി ഏകദേശം 1 മാസത്തോളം ആയ ഇഞ്ചിയാണ്. അങ്ങനെ വലുതായിട്ടൊന്നും കേടൊന്നും വന്നിട്ടില്ല. ഇതാ കണ്ടോ ഇരിക്കുന്നുണ്ടോ? 1 മാസത്തോളം ആയതാണ് വാങ്ങിയത്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആവശ്യമുള്ളതുപോലെ എടുത്തിട്ട് ബാക്കി ഇതുപോലെ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ 3-4 പ്രാവശ്യം എടുക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ പിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇഞ്ചി ഇരിക്കും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻസിൽ അറിയിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ശരിക്കും ശരിയായോ, ശരിക്കും നിങ്ങൾക്ക് ഉപയോഗമുള്ള വീഡിയോ ആണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റായി ഇട്ടാൽ മതി. ഓക്കെ, ബൈ.